നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം. ഇതാണ് കേട്ടോ കമ്പനി. ഓഫീസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫീസ് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഓഫീസാണ്. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോയി നോക്കാം. ഇപ്പോൾ നമുക്ക് റാമ്പ് നമ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റാമ്പ് 145 തന്നിരിക്കുന്നു കേട്ടോ. സംഭവം നമ്മൾ 7 മണിയായപ്പോഴേക്ക് എത്തി കേട്ടോ. നമുക്ക് 9 മണിക്ക് അൺലോഡിങ് പറഞ്ഞിട്ടുണ്ടായി. അവർ ഇന്നലെ വൈകിട്ട് മാറ്റിയതാണ്. ഞാൻ വിചാരിച്ച 8 മണിക്കൊക്കെ ഒരു തുറക്കുള്ളൂ കേട്ടോ. സംഭവം തുറന്ന സെറ്റാണ്. നമുക്ക് ലോഡ് ഇറക്കി പോകാവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റാമ്പ് 145. റാമ്പേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഊട് ഇരിപ്പുണ്ടാണ്. ഊട് വെച്ച് കൊടുക്കും അവന്മാർ, അല്ലെങ്കിൽ ലോഡ് ഇറക്കില്ല. റാമ്പ് സെറ്റ് ഇടാം. നമുക്ക് ഊട് സെറ്റാക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ ലോഡ് ഇറക്കി കഴിഞ്ഞിരിക്കാം കേട്ടോ. നമുക്കിനി ഡോറൊക്കെ അടച്ച് ഇവിടുത്തെ ഒരു 30 കിലോമീറ്റർ ആണ് നമുക്ക് ലോഡ് എടുക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നെതർലാൻഡിലാണ് കൊണ്ടിറക്കാനായിട്ട്. ലോഡ് എടുത്ത ശേഷം നമ്മുടെ ബാറ് ആവരണം ഇവിടെ കിടക്കുന്നുണ്ട്. ആ സെറ്റ് നമുക്കിനി ഡോക്യുമെൻറ്റ്സ് മേടിച്ച് കഴിഞ്ഞാൽ ലോഡ് എടുക്കാൻ പോകാം. ഒരുപാട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. സെറ്റ് ഇത് 2 സെക്ഷന് വരാൻ കേട്ടോ. 2 കുറേ ഉണ്ട് കേട്ടോ. കാരണം നോക്കിയാൽ റാമ്പ് നമ്പർ കാണുന്നില്ല 221, 23 ഒക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം അങ്ങനെ സൈഡിലേക്ക് വേറെ കിടപ്പുണ്ട്. ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് പോവാം. അടുത്ത ലോഡ് എടുക്കാനുള്ള ടൈം ഒരു 11 മണി കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെയാണ്. അവർ 7 മണിക്ക് ഇവിടെ ഇറക്കാൻ പറഞ്ഞാലും കൊണ്ട് നമ്മൾ നേരത്തെയാണ്. നമുക്ക് ആകെ 30 കിലോമീറ്റർ ഉള്ളൂ ഇനി ലോഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചായ ചോക്കോസ് സെറ്റ് ഇടാം. നമുക്ക് അതിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. തേൻ ഒഴിച്ച് പിടിക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി ലോഡ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോകട്ടെ. കസ്റ്റമറുടെ അടുത്ത് 30 കിലോമീറ്റർ വരുന്ന ഫ്രാൻസിൽ നിന്ന് നമുക്ക് നെതർലാൻഡിലാട്ടോ കൊണ്ടിറക്കാനായിട്ട്. ഒരു 850 കിലോമീറ്റർ നമുക്ക് വരുന്നത്.